വിരളമായ ആളുകൾ മാത്രമാണ് ആരോഗ്യമുള്ളവരായിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ അവസ്ഥയിലായിരിക്കുന്നത് അമിതമായ രക്തസമ്മർദ്ദമാകുന്നുണ്ടാകും. നിങ്ങൾക്കറിയാം ഈ രക്തസമ്മർദ്ദം എന്നാൽ എന്താണെന്ന്? രക്തധമനികളിലൂടെ ഒഴുകുന്ന രക്തം ധമനികളിൽ ഉണ്ടാക്കുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. രക്തധമനികളിലൂടെ ഒഴുകുന്ന രക്തം ധമനികളിൽ ഉണ്ടാക്കുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. നിനക്കറിയോ ഈ രക്തസമ്മർദ്ദം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന്? ഞാൻ പറഞ്ഞു പോവാക്കുന്നില്ല, നമുക്ക് ചില വീഡിയോകളിലെ ദൃശ്യങ്ങൾ കാണാം. നിനക്കറിയോ ഈ രക്തസമ്മർദ്ദം? അപ്പച്ച, സമയം എത്രയാണെന്ന് അറിയോ? ഭക്ഷണം കഴിക്കാൻ വന്നില്ലേ? ഞാൻ പറഞ്ഞു എടി, എൻ്റെ അച്ചാറിൻ്റെ അപ്പുറമൊന്നും ഇല്ലേ? ഞാനിതൊന്നും കഴിച്ചിട്ടല്ലേ എനിക്ക് അസുഖം വന്നത്. എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഉള്ളതുകൊണ്ടല്ലേ. അല്ലെങ്കിലും വേണ്ടോളം പ്രഷറാ, ഇനി അത് കൂട്ടണോ? അതിൻ്റെ കൂടെ ഇതും കൂടി കഴിക്കണ്ടെന്നാണ് പറഞ്ഞത്. എന്നാ കുറച്ച് ഉണക്കുമീനെങ്കിലും തടി. ഈ അപ്പച്ചൻ സമ്മതിക്കില്ല. അമ്മ, ഞാൻ ജോഗിന് പോയിട്ട് വരാം. നീയെങ്കിലും പോയി വല്ല വ്യായാമമൊക്കെ ചെയ്യും. എടാ, ഇത് പോകുന്നില്ല. ഞാൻ പോയില്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നീ ഇങ്ങനെ 24 മണിക്കൂറും ജോലി ജോലി എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നു. നമുക്ക് അവനെ പോലെ കുറച്ച് വ്യായാമമൊക്കെ ചെയ്ത് ആരോഗ്യമൊക്കെ ഒന്ന് നോക്കിക്കൂടെ? എന്താ ഇവിടുത്തെ പ്രശ്നം? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓ, നിങ്ങൾക്ക് ഇനി പുറകിലിരിക്കാനായിരിക്കും. ഞാൻ വല്ലപ്പോഴും 1-2 പഠിക്കുന്നുള്ളൂ. ഉറക്കക്കുറവ്, വ്യായാമത്തിന്റെ അഭാവം, വാർദ്ധക്യം, പുകവലി, മദ്യപാനം, അമിതഭാരം, ഉപ്പിന്റെ അമിത ഉപയോഗം. എന്തെല്ലാം കാരണങ്ങളാണല്ലേ ഇത് കാരണം? എന്തെല്ലാം രോഗലക്ഷണങ്ങളാണ് മനുഷ്യനെ പ്രകടമാകുന്നത്? എടാ ഭീകര, നിനക്ക് ഇത്രയ്ക്ക് അറിയോ? എനിക്കും കൂടെ ഒന്ന് പറഞ്ഞതാടോ. എടാ നോക്കിക്കേ, ഇതൊക്കെയാണോ ലക്ഷണങ്ങൾ? മങ്ങിയ കാഴ്ച, തലവേദന, ഛർദി, വർദ്ധിച്ച ഹൃദയമിടിപ്പ്, നെഞ്ചുവേദന, തലകറക്കം, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം. എന്തെല്ലാമാണല്ലേ? മങ്ങിയ കാഴ്ച, തലവേദന, ഛർദി, ഹൃദയമിടിപ്പ്, നെഞ്ചുവേദന, തലകറക്കം, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം. എടാ, ഇതിപ്പോ ഇവരോട് വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നീ വിഷമിക്കാതെ ഇരിക്കെ. നിന്നെ പോലെ ഇനി ആരെങ്കിലും വരാതിരിക്കാൻ ഞാനൊരു നേഴ്സിനെ പരിചയപ്പെടുത്തി തരാം. ചേച്ചി, ഇവിടെ ആരുമില്ലേ? എന്താ, ആരാത്? ഞാൻ ഹെൽത്ത് സെന്ററിലെ പുതിയ നേഴ്സാ. ഇവിടെ അസുഖമുള്ള ആരെങ്കിലും ഉണ്ടോ? ആ, അപ്പച്ചന് പ്രഷറിന്റെ അസുഖമുണ്ട്. വയ്യ മോളെ, ആകെ ക്ഷീണം തലകറക്കുക. എന്നാ ഞാൻ അപ്പച്ചന്റെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. പ്രഷർ ഇത്തിരി കൂടുതലാണല്ലോ. അപ്പച്ചനെ നിയന്ത്രിക്കാനായിട്ടൊന്നും ചെയ്യില്ലേ? ഞാൻ പറഞ്ഞു മതി. ഇനി സിസ്റ്റർ ഒന്ന് പറഞ്ഞു. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ: കറിയുപ്പിന്റെ അളവ് നിയന്ത്രിക്കുക. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് കറിയുപ്പിനുണ്ട്. ഉപ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ള പപ്പടം, അച്ചാറ്, ഉണക്കമീൻ, ടിൻ ഫുഡ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ ഭക്ഷണ രീതിയാണ് ഡാഷ് ഡയറ്റ്. അതായത് ധാരാളം പഴങ്ങളും പച്ചക്കറികളും കൊഴുപ്പ് നീക്കം ചെയ്ത പാല്, മത്സ്യം, പരിപ്പുകൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. പുകവലിയും മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം രക്തസമ്മർദ്ദം കൂട്ടുന്നു. ആയതിനാൽ ഇതിന്റെ ഉപയോഗം ഒഴിവാക്കുക. മദ്യം വർജിക്കുക. ശരീരഭാരം കുറയ്ക്കുക. ചിട്ടയായ വ്യായാമം ശീലമാക്കുക.
നായകൻ. പ്രഷർ ഒരു വില്ലനെങ്കിൽ നാം അതിനെ നിയന്ത്രിക്കുന്ന നായകൻ. ലക്ഷണങ്ങളാണ് മനുഷ്യൻ